നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. കെ.സി. വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടും. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വൈകിട്ട് 5 മണിക്കാണ്. ഇന്ന് തീയതി മെയ് 12 വൈകിട്ട് 5 മണിയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം 7 മണിക്ക് ഉണ്ടാവുമെന്നാണ് അറിയുന്ന വിവരം. ഇത് ഏതാണ്ട് ഔദ്യോഗിക സോഴ്സിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്ന വിവരം. ശ്രീ കെ.സി. വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്നു. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാം. അതായത്, ഒന്നാമത്, ഈ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ 6 മാസത്തിൽ കൂടുതൽ ആ മന്ത്രിസഭ നിൽക്കില്ല. ഓക്കെ, അതാണ് ഞങ്ങൾ പറയുന്നത്. ഇത് എന്താണ് സംഭവം? അതായത്, വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങൾ വലിയൊരു വിഭാഗം ശ്രീ വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ എം.എൽ.എമാരിൽ കൂടുതൽ കെ.സി. വേണുഗോപാലിനാണ്. ഇതിനകത്ത് വേറൊരു കള്ളക്കളി കിടപ്പുണ്ട്. അതായത്, ശ്രീ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് കോൺഗ്രസ്സുകാരൊന്നുമല്ല, മറിച്ച് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശ്രീ വി.ഡി. സതീശൻ. മുസ്ലിം ലീഗിൻ്റെ 22 സീറ്റ്, ഓക്കെ, 102 സീറ്റാണ് UDF-ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ UDF-ന് ശ്രീ കെ.സി. വേണുഗോപാലിന് 80 പേരുടെ 80 എം.എൽ.എമാരുടെ സപ്പോർട്ട് കിട്ടും, മുസ്ലിം ലീഗ് ഇല്ലാതെ തന്നെ. അപ്പോൾ മുസ്ലിം ലീഗിനെ ഒഴിവാക്കി മന്ത്രിസഭ ഉണ്ടാക്കാനാണ് നമ്മുടെ കെ.സി. വേണുഗോപാലിൻ്റെ താല്പര്യം. അതായത്, അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് കോൺഗ്രസ്സിനകത്തുണ്ട്. അതായത്, മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമില്ലാതെ കേരള രാഷ്ട്രീയത്തിൽ കളിക്കാനുള്ള പരിപാടി കൃത്യം പറയാം, നടക്കില്ല, ഉറപ്പായിട്ട് നടക്കില്ല. അപ്പോൾ സംഭവം വേറെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇത് മുഴുവൻ കേൾക്കുക. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണിത്. ഒന്നാമതായിട്ട്, ഈ മുസ്ലിം ലീഗിന് 22 സീറ്റേ ഉള്ളൂ, ശരി. പക്ഷേ ഇവിടെ UDF-ന് 102 സീറ്റ് കിട്ടി. വളരെയധികം സീറ്റോടുകൂടി വിജയിച്ചത് ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം ജനങ്ങളുടെ വോട്ട് കിട്ടിയാണ്. ഓക്കെ, ഈ UDF-ന് കിട്ടിയ 102 സീറ്റിൽ ഏതാണ്ട് 50% വോട്ടും മുസ്ലിം ജനവിഭാഗങ്ങളുടെയാണ്. അവരെ ഒഴിവാക്കി കറിവേപ്പല പോലെ എടുത്ത് കളയാമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ, മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം, അതായത് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ജനവിഭാഗം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിടിമുറുക്കിയിട്ട് ദശാബ്ദങ്ങളായി. അതൊന്നും പൊതു ചർച്ചയിലൊന്നും വരാറില്ല, പക്ഷേ ഞങ്ങൾ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ സംഭവം, ഒന്നാമത്, മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടില്ലാതെ കെ.സി. വേണുഗോപാലിന് നിലനിൽക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, വേറെ ഒരു വലിയ ഗുരുതരമായ പ്രശ്നം കൂടി വേറെ ഉണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് മീഡിയയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? NDA-യിലേക്ക്, അതായത് BJP ആയിട്ട് ചേരാൻ മാണി കേരള കോൺഗ്രസ് ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അത് ഏതാണ്ട് നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അത് 99% അത് തന്നെ ആയിരിക്കും. കാരണം അവർക്ക് വേറെ വഴിയൊന്നുമില്ല. എന്തുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റാത്തത്? അദ്ദേഹം ഇനി ഒരു കാലത്തും MLA ആവാൻ സാധ്യതയില്ല. രാജ്യസഭ MP ആവാം, ഓക്കെ, രാജ്യസഭ MP ആവാം. വല്ല ഉത്തരേന്ത്യയിലൊക്കെ ചെന്ന് നിന്ന് BJP-യുടെ വോട്ട് പിടിച്ച് രാജ്യസഭ MP ആവാം. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിയമസഭാ സീറ്റിൽ ജോസ് കെ മാണിക്ക് വിജയിക്കാനാവില്ല. കാരണം അദ്ദേഹം മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അനഭിമതനാണ്. ഓക്കെ, മുസ്ലിം ജനവിഭാഗങ്ങളുടെ സപ്പോർട്ടില്ലാതെ കേരളത്തിൽ ഒരു മന്ത്രിസഭയും വരില്ല. ഇനി 2016-ലും 2021-ലും ശ്രീ പിണറായി വിജയൻ അനായാസ വിജയം നേടിയത് മുസ്ലിം ജനവിഭാഗങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ആ സപ്പോർട്ട് ശ്രീ പിണറായി വിജയൻ കളഞ്ഞു കുളിച്ചു. മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെയൊക്കെയുള്ള
കുറേ പ്രസ്താവനകളൊക്കെ ഇറക്കി ഹിന്ദു വോട്ടിനെ ആകർഷിക്കാൻ വേണ്ടി കുറേ പണികൾ ചെയ്തു. അത് സമ്പൂർണ്ണമായിട്ടും കുളമായി. അതായത് ഒറ്റാലി കിടന്നതുമില്ല, കിഴക്കുന്നതും വന്നതുമില്ല. ഏതാണ്ട് അതുപോലെ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടി അവർക്ക് ജയിക്കാനും പറ്റിയില്ല, മുസ്ലിങ്ങളോട്ട് വോട്ട് ചെയ്തുമില്ല. അവരെല്ലാം UDF വോട്ട് ചെയ്തു, അവർ വിജയിച്ചു. ഓക്കെ, അപ്പോൾ ഉറപ്പിച്ച് പറയാം, മുസ്ലിം ജനവിഭാഗം തീരുമാനിക്കുന്ന ഒരു മുന്നണിക്ക് മാത്രമേ കേരളം ഭരിക്കാനൊക്കെ ഉള്ളൂ സാധാരണഗതിയിൽ. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഒത്തുകൂടി വരുന്നത്, ഇപ്പോൾ NDA BJP ആയിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചേരുന്നു. അതുകൂടാതെ VD സതീശൻ പ്രഖ്യാപിച്ചേക്കുന്നത് എന്തുവാണ്? എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനമല്ലാതെ വേറെ ഒന്നും വേണ്ട. അത് പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ അമിത്ഷായുടെ കളി തുടങ്ങാൻ പോവുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ അമിത്ഷാ പിടിമുറുക്കാനുള്ള സാധ്യത ഒരുങ്ങിയിരിക്കുകയാണ്. അതായത് ശ്രീ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുസ്ലിം ജനവിഭാഗങ്ങളുടെ പിന്തുണയില്ലാതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ VD സതീശൻ ഏത് രീതിയിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ ഒക്കില്ല. എങ്കിലും അമിത്ഷായുടെ നാടകങ്ങൾ ഇനി കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഉറപ്പ് പറയാം, KC വേണുഗോപാൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു അനുഗ്രഹമില്ലാതെ മന്ത്രിസഭ ഉണ്ടാക്കിയാൽ ആ മന്ത്രിസഭ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ 6 മാസത്തിനുള്ളിൽ വീഴും. കൂടാതെ അമിത്ഷായുടെ കളി വരാൻ പോവുകയാണ്. ഓക്കെ, അമിത്ഷായുടെ കരുക്കൾ നീക്കങ്ങൾ, ആ കരുനീക്കങ്ങളിൽ വീഴാത്ത ഒരു MLAയും ഇവിടെ കേരളത്തിൽ ജയിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സംഭവം ഒന്നുകിൽ അമിത്ഷായുടെ കളി കൊണ്ട്, ഓക്കെ, അതല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു കളി കൊണ്ട്. എങ്ങനെയായാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് പരമാവധി പോയാൽ 6 മാസം. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യം ഞാൻ പണ്ടേ പറഞ്ഞു കഴിഞ്ഞു. ശ്രീ VD സതീശനാണ് മുഖ്യമന്ത്രിയാവാനുള്ള യോഗ്യത ജ്യോതിഷപരമായിട്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതുകൂടാതെ അതേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ശ്രീ KC വേണുഗോപാലിനും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും ജ്യോതിഷപരമായിട്ട് ഒരു മുഖ്യമന്ത്രിയായിട്ട് ദീർഘകാലം തുടരാനാവില്ലെന്ന് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്, മെയ് 12 2026 മെയ് 12 വൈകിട്ട് 5:10 അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി വീഡിയോകൾ ഞങ്ങളുടെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് രാഷ്ട്രീയപരമായിട്ടും ഉള്ള വീഡിയോ വരും, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ജ്യോതിഷപരമായിട്ടുള്ള വീഡിയോസും വരും. ഈ മന്ത്രിസഭ എത്ര മണിക്കാണ്, ഏത് തിഥിയിലാണ്, അതൊക്കെ നോക്കിയിട്ട് ജ്യോതിഷപരമായിട്ടും ആ മന്ത്രിസഭയുടെ കാലാവധി നമുക്ക് ഏകദേശം പറയാൻ പറ്റും. ജ്യോതിഷപരമായിട്ടും ഇപ്പോൾ ഇത് ജ്യോതിഷപരമായിട്ടല്ല, രാഷ്ട്രീയപരമായിട്ട് ഞാൻ പറയുന്നു, ശ്രീ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ, അതേത് സാഹചര്യത്തിലായാലും മുസ്ലിം ലീഗിൻ്റെ ഒരു പൂർണ്ണമായ പിന്തുണയില്ലാതായിരിക്കും. മുസ്ലിം മതവിഭാഗങ്ങളുടെ പിന്തുണയില്ലാതെ ആർക്കും തന്നെ ദീർഘകാലം കേരളത്തിൽ വിജയിക്കാനാവില്ല. ഇപ്പോൾ മാത്യു കുഴൽനാടൻ മാത്രമല്ല, വേറെ പല കോൺഗ്രസ് നേതാക്കളും പുലിവാല് പിടിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ജോസ് കെ മാണിയുടെ അനുഭവം വരാൻ പോവുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഞാനിതിപ്പോൾ തൽക്കാലം വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. പബ്ലിക് ആക്കുന്നത് ഒരു ഈ പറഞ്ഞതൊക്കെ ഔദ്യോഗികമായിട്ട്
ഒക്കെ ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അത് നമ്മൾ പബ്ലിക്കാക്കുന്നുള്ളൂ. ഈ വിവരം എനിക്ക് ഈ 4:45 എനിക്ക് കിട്ടി. അത് ശരിക്കും പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഉള്ള സോഴ്സിൽ നിന്ന് തന്നെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, അത് ഏത് രീതിയിലുള്ളതായാലും ഞങ്ങളുടെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം, ശുഭദിനം.